അടുത്ത റൗണ്ട്, മൂന്നാമത്തെ റൗണ്ട്, അത് പേഴ്സണാലിറ്റീസാണ്. ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീം എഫിൽ നിന്നാണ്. ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നു? എനിക്ക് വേണ്ടത് ഒരു വ്യക്തി. ഇതൊരു പോർട്രേറ്റ് ആണല്ലോ, ഒരു ചിത്രം. ഈ ചിത്രം വരച്ച വ്യക്തിയാണ് എനിക്ക് വേണ്ടത്. ഇനി ക്ലൂ വേണോ? ഇദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന ഭീഷ്മാചാര്യനായിരുന്ന ഒരു വ്യക്തി വരച്ച ഒരു ചിത്രമാണത്. എനിക്ക് വേണ്ടത് ആ വ്യക്തിയുടെ പേര്. ഏത് മുഖ്യമന്ത്രി? ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നോ? ആരും ബൗൺസ് ചെയ്യുന്നില്ല. ടീം എഫിന് ഡയറക്റ്റ്. നിങ്ങൾ ബൗൺസ് ചെയ്യുന്നോ? എഴുതുക. ടീം എഫിന് ഡയറക്റ്റ്. ഒരു മുഖ്യമന്ത്രി പറയൂ. ഒരു CM പറഞ്ഞാൽ മതി. പറയുന്നില്ല. ടീം ഇ. അല്ല, പറഞ്ഞോ. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ഉത്തരം കെ കരുണാകരനാണ്. ആ ഫസ്റ്റ് പിക്ചറിൽ തന്നെ ലീഡർ കെ എന്ന മുകളിലുണ്ടായിരുന്നു. കണ്ടിരുന്നോ ആരെങ്കിലും? അപ്പോൾ ടീം എഫിന് 10 മാർക്ക്. ടീം ഇ ശരിയാണോ? ടീം ഇക്കും 10 മാർക്ക്, ബിക്കും 10 മാർക്ക്. അപ്പോൾ ഈ പടം കൊണ്ട് നിൽക്കുന്നവരാ? പത്മജ വേണുഗോപാലാണല്ലേ. എനിക്കൊരു വ്യക്തിയാണ് വേണ്ടത്. വ്യക്തിയുടെ പേര് വേണം. ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത, കോഡ് ഓഫ് ലോസ്, ആദ്യത്തെ നിയമസംഹിത, നിയമങ്ങളുടെ കൂട്ടം എഴുതി ഉണ്ടാക്കിയ വ്യക്തിയാണ്. നിങ്ങൾ LLBക്കൊക്കെ ആദ്യം പഠിക്കുന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ കോഡ് ഓഫ് ലോസ്, നിയമസംഹിത, നിയമങ്ങളുടെ കൂട്ടം എഴുതിയുണ്ടാക്കിയ വ്യക്തി ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്. ഡയറക്റ്റ് ടീം ഇക്കാണ്. ആരൊക്കെ ബൗൺസ് ചെയ്യുന്നു? ടീം സി ബൗൺസ് ചെയ്തു, ടീം ഡി ബൗൺസ് ചെയ്തു. രാജ്യം എനിക്കൊരു സംശയം വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാബിലോണിയാണ്. നീ പെട്ടെന്ന് സംശയം, ഞാൻ നോക്കിയില്ല. ബാബിലോണിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഡയറക്റ്റ് ടീം ഇക്കാണ്. കേട്ടില്ല. മാർക്ക് ആൻ്റണി ഗ്രീസ് അല്ലേ. ടീം ഡി ഹമുറാബി. നിങ്ങൾ ബൗൺസ് ചെയ്തിരുന്നോ? ടീം ഡി പറഞ്ഞു. അത് നിങ്ങൾ ബൗൺസ് ചെയ്തല്ലോ. അപ്പോൾ ടീം ഡിക്കും ടീം സിക്കും 10 മാർക്ക് വീതം ബൗൺസ് ചെയ്തവർക്ക്. നിങ്ങളെന്ത് എഴുതിയ? അല്ല. അപ്പോൾ ടീം സിക്ക് -5, ടീം ഡിക്ക് മാത്രം 10 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിക്കാണ്. അത് ഹമുറാബി സ്കോഡായിരുന്നു. ഇത് കോഡ് ഓഫ് ഹമുറാബി. ആ ചിത്രത്തിൻ്റെ മുകളിൽ കാണുന്ന 15 നവംബർ 1949, 1949 നവംബർ 15, അംബാല ജയിൽ, അംബാല സെൻട്രൽ ജയിൽ. 1950 എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട. അംബാല സെൻട്രൽ ജയിൽ 1949 നവംബർ 15 സ്വതന്ത്ര ഇന്ത്യയിലെ എന്തോ ഒരു സംഗതി, എന്തോ ഒരു സംഭവം അരങ്ങേറി. ഈ ജയിലിൽ 1949 നവംബർ 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എന്തോ ഒരു സംഭവം നടന്നു. എന്ത് നടന്നു? ബൗൺസ് ചെയ്യുന്നുണ്ടോ? ടീം ഇ മാത്രം ബൗൺസ് ചെയ്തു. ടീം സി, ടീം ബി ഇല്ല. ടീം എ, എഫ്, ടീം ഡി എന്തെഴുതി പറയാം. ഓഡിയൻസ് ഗോഡ്സെയെ തൂക്കിലേറ്റ് അല്ലേ, മഹാത്മാഗാന്ധിയുടെ ഘാതകനായ ഗോഡ്സെയെ തൂക്കിലേറ്റ്. ടീംസ് ആരാ എഴുതി? ടീം ഇ എന്തെഴുതി? ഇപ്പം ടീം എന്തോ ആദ്യ വധശിക്ഷ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വധശിക്ഷയായിരുന്നു. അത് ടീം ഇക്ക് 10 മാർക്ക്. അടുത്ത ചോദ്യം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളികളുണ്ടായിരുന്നു. അതിൽ 3 പേര് സ്ത്രീകളായിരുന്നു. ഈ 17 പേരിൽ പിന്നീട് 2 പേര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി തീർന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന 2 പേര് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി തീരുന്നു. ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നുണ്ടോ? 2 പേരുടെയും പേര് വേണം. ക്ലൂ തരാം.
കേരളത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും മുഖ്യമന്ത്രിമാർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന 17 മലയാളികളിൽ 2 പേർ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിത്തീരുന്നു. ആ മുഖ്യമന്ത്രിമാരുടെ പേരാണ് വേണ്ടത്. ആരൊക്കെ ബൗൺസ് ചെയ്തു? ടീം ബി ബൗൺസ് ചെയ്തു. ഉത്തരം എഴുതി നോക്കിക്കൊള്ളണം. എ ബൗൺസ് ചെയ്തു, 1 എഴുതി 5 മാർക്ക് തരും. എഫ് എഴുതിയിട്ടുണ്ട്. ടീം ഇ ബൗൺസ് ചെയ്തോ? ടീം ഇ ബൗൺസ് ചെയ്തോ? എഴുതിയല്ലോ. ഡി ബൗൺസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ബൗൺസ് ചെയ്തോ. ഡയറക്റ്റ് സി. സി പറയുക. പറയുന്നില്ല. 2 മുഖ്യമന്ത്രിമാർ. നിങ്ങൾ ബൗൺസ് ചെയ്തിരുന്നോ? അപ്പോൾ ഉത്തരം പറയാം. ഉത്തരം ഞാൻ പറയാം. ഉത്തരം എന്തുവാ? പട്ടംതാണുപിള്ളയും ആർ ശങ്കറും. ആർക്കൊക്കെ ശരിയായി? ബൗൺസ് ചെയ്തോ? ഇവിടെ ശരിയായോ? 5 മാർക്ക്. 2 എഴുതി 10 മാർക്ക്. ടീം എ 10 മാർക്ക്. ടീം ബി 5 മാർക്ക്. ടീം എഫ് നോക്കിയോ? 5 മാർക്ക് ടീം എഫ്. ടീം ഇ 5 മാർക്ക്. ടീം ഡി 2 എഴുതി. ടീം ഡിക്ക് 10 മാർക്ക്. ടീം ബി അടുത്തൊരു മലയാളി, തിരുവനന്തപുരം സ്വദേശിയാണ്. ട്രിവാൻഡ്രം ലോ കോളേജിലാണ് പഠിച്ചത്. അദ്ദേഹം അറിയപ്പെടുന്ന പേര് ആധുനിക ഇന്ത്യൻ നിയമവിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്നാണ്. ആധുനിക ഇന്ത്യൻ നിയമവിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഈ തിരുവനന്തപുരത്തുകാരൻ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ അധ്യക്ഷനായിരുന്നു. ആരാണ് ഇദ്ദേഹം? ടീം സിക്കാണ് ഡയറക്റ്റ്. ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നോ? അല്ല. ക്ലൂ വേണം. അദ്ദേഹം ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ അധ്യക്ഷനായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. ടീം സിയുടെ ഡയറക്റ്റ്. ടീം ബി, ടീം എ, ടീം എഫ്. ആരാണ്? ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ അല്ല. ടീം ഇ SM മേനോൻ. SM മേനോൻ അല്ല. അല്ല. ടീം ഡി മാധവ മേനോൻ. ടീം ഡിക്ക് 10 മാർക്ക്. അദ്ദേഹം ആരാണ്? അദ്ദേഹം NR മാധവ മേനോൻ. ഇല്ല. ടീം ഡിക്ക് 10 മാർക്ക്. ഡോക്ടർ NR മാധവ മേനോൻ, ആധുനിക ഇന്ത്യൻ നിയമവിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മലയാളിയാണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യമാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അറിയാമല്ലോ, നീതിയുടെ സൂര്യൻ, നീതി സൂര്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന മലയാളി അല്ലേ? അദ്ദേഹം ജയിൽ മോചിതരാകുന്നവർക്ക്, അതായത് എക്സ് കോൺവിക്സിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി, തടവിൽ നിന്ന് മോചിതരാകുന്നവരുടെയും അവരുടെ മക്കളുടെയും റീഹാബിലിറ്റേഷന് വേണ്ടി അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു, ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചു. ആ ട്രസ്റ്റിന് ആ രണ്ടാമത് കാണുന്ന ആ സേജിൻ്റെ ആ മുനിയുടെ പേരാണ് കൊടുത്തത്, ഡാഷ് ട്രസ്റ്റ്. ആ മുനിയുടെ പേരെന്താണ് എഴുതണം. മുനി ദുർവാസാവാണെങ്കിൽ ദുർവാസാവ് ട്രസ്റ്റ്, കണ്ണു മുനിയാണെങ്കിൽ കണ്ണു ട്രസ്റ്റ് എന്ന് എഴുതാം. ചാൻസ് ടീം സിക്കാണ്. ആരൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നു? വിമോചിത തടവുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സ്ഥാപിച്ച ട്രസ്റ്റിൻ്റെ പേര്. ടീം സിക്കാണ് ഡയറക്റ്റ്. പ്രൊണൗൺസ് ചെയ്തോ? എഴുതിയോ? എഴുതി. ടീം സി പറഞ്ഞ മനസ്സില്ല. വേദവ്യാസൻ അല്ല. നിങ്ങൾ പ്രൊണൗൺസ് ചെയ്തു. അവിടെ പ്രൊണൗൺസ് ചെയ്തോ? ഇല്ല. പറയൂ. വിശ്വകർമാവ് മുനിയാണോ? അദ്ദേഹം ഒരു ദേവനാണോ? അല്ല. എഫ് പറയുന്നില്ല. നിങ്ങൾ പ്രൊണൗൺസ് ചെയ്തു. മനു. നിങ്ങൾ പ്രൊണൗൺസ് ചെയ്തോ? ഇല്ല. മനു അല്ല. പ്രൊണൗൺസ് ചെയ്തു. ഉത്തരം എന്താ? ഓഡിയൻസ് എന്ത് പറയുന്നു? ഉത്തരം എന്താണ്? ഉത്തരം വാൽമീകിയാണ്. മാനസാന്തരപ്പെട്ട ഒരു കാട്ടാളനായിരുന്നു അദ്ദേഹം. അല്ലെ, തടവുകാരുടെ മാനസാന്തരമാണ് ജയിലുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാൽമീകി ട്രസ്റ്റായിരുന്നു അല്ലേ? ആരൊക്കെ ശരിയായി? ടീം ബിക്ക് ശരി 10 മാർക്ക്, ടീം ഡിക്ക് 10 മാർക്ക്. നിങ്ങളെന്തെഴുതി? കാളിദാസൻ മുനിയായിരുന്നു, കാളിദാസൻ കവിയായിരുന്നു. അപ്പോൾ ടീം ഡിക്ക് -5, ടീം ബിക്ക് +10,